ഹലോ ഗൈസ്, ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പാർ ഉണ്ടാക്കട്ടെ. കുറേ സാമ്പാർ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്ന് സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടി. സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ചപ്പ് ചവറുകളൊക്കെ ഉണ്ട്. എല്ലാ ചപ്പും ചവറുകളൊക്കെ ഉണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. നടത്തിയിട്ട് അപ്പോൾ പിന്നെന്താ കട്ട് ചെയ്യാനുള്ളതും ഉള്ളിയും സാമ്പാറിന് സാമ്പാർ കഴിക്കാം. കാണുന്നില്ല, ഒരു ഒന്നൊന്നര സാമ്പാർ വയ്ക്കാറ്. എന്തെങ്കിലും മറഞ്ഞു പോയ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ അത് മുളക്, സാമ്പാർ, കായം ഇതെല്ലാം പാടെ കൂട്ടിയിട്ട് ഒന്നൊന്നര സാമ്പാർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ലെവലാക്കണം. ഓരോ സാധനങ്ങൾ മത്തൻ, കുമ്പളം, മത്തനുണ്ട്, കുമ്പളമുണ്ട്, മറ്റേ മുരിങ്ങക്ക മക്കളെ, പടവലങ്ങ, ഏത്തക്കായ, എന്താ പറയാ, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, എന്താ മറ്റേ വൈതല, ചേമ്പ്, ചേന എല്ലാം ഉണ്ട്. സാമ്പാർ പൊടി എല്ലാം പാടം ഉണ്ട് സാർ. മത്തനൊക്കെ കട്ട് ചെയ്യട്ടെ. വലിയ പീസാക്കണം, എന്നാലേ ഒന്നു പോകുള്ളൂ. സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണ് സൗണ്ട് പോയി. സൗണ്ട് വലിയ സൗണ്ട്. മത്തൻ ചെയ്ത് കാശ്. എന്താ കുമ്പളം, പീരി എവിടെയാണ്? പീരി ഉണ്ട്, ബീട്രൂട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഉണ്ടാക്കുമ്പോൾ കാണിച്ചാൽ കേട്ടോ. കൈപ്പക്ക മക്കളെ, കൈപ്പക്ക പൊളിക്കട. കുറേ സാധനങ്ങൾ എന്തെല്ലാം ചെയ്യണം. സാമ്പാറിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. ചിക്കനാണെങ്കിൽ ചിക്കൻ കഴുകിയിട്ട് ഒറ്റ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ മസാല ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. സാമ്പാറാകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കുറേ സാധനം വെട്ടി ഉണ്ടാക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. സാമ്പാർ അങ്ങനെ ആവുള്ളൂ. ബീഫും ചിക്കനെന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയടിക്ക് കട്ട് ചെയ്ത സാധനം അങ്ങനെ വെട്ടി എടുക്കണ്ട. നല്ല കാര്യങ്ങളൊക്കെ പീസാക്കും. എന്നിട്ട് കുക്കറിലിടുമ്പോൾ അത് ഉടഞ്ഞു പോകും. അപ്പോൾ അതിനാണ് വലിയ പീസാക്കി എടുക്കുന്നത്. മുരിങ്ങക്കായ് ഇങ്ങനെ എടുക്കും ഉണ്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം മുരിങ്ങക്കായ. അങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം, അത് വേറെ. ഇപ്പോൾ അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് കാണിക്കാം. കട്ട് ചെയ്ത് ഉണ്ടാക്കുമ്പോഴേ ബാക്കിയുള്ള കേട്ടോ. പടവലങ്ങ ഇങ്ങനെ ആക്കിയത് തൊലി കളഞ്ഞിട്ടാണ് പടവലങ്ങ. എള്ളുള്ള തൊലി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോട്ടി കൊടുത്താൽ മതി. അത്രയും അതൊന്നും ഉണ്ടാവില്ല. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും, വേസ്റ്റ്. ഇതാണ് ഇതിൻ്റെ വേസ്റ്റ് എടുക്കണം. കുരുവാണിത്, കുരു അതാണ് ഇതിൻ്റെ വേസ്റ്റ്. ഇങ്ങനെ തന്നെ സാമ്പാർ. കുമ്പളങ്ങയാണ് കുമ്പളം. ഇളവക്കായമ്പിൻ്റെ കുമ്പളങ്ങ കെട്ടി കുമ്പളം വെച്ചൊരു പായസമുണ്ടാക്കി. കുമ്പളം വെച്ചൊരു പായസം എങ്ങനെ
കുമ്പളങ്ങ ഗായ്സ്, കുമ്പളങ്ങയാണ് ഗായ്സ്, കുമ്പളം. ബീട്രൂട്ട് കിടക്കുന്നു, കാബേജ് കിടക്കുന്നു, കാബേജോ ബീട്രൂട്ടോ ചേമ്പോ കിടക്കുന്നു. ബീട്രൂട്ട് ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഗായ്സ്. ചപ്പ് ചവറുകളൊക്കെ ആയി കട്ട് ചെയ്ത് എല്ലാം സെറ്റായി.